ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അരുൺ അനിരുദ്ധൻ ആദ്യമായി സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ് ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയ പുതിയ മലയാള ചലച്ചിത്രമായിരുന്നു അതിരടി. മിക്സ്ഡ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേര് കൊള്ളാമെന്ന് പറയുന്നുണ്ട്, കുറച്ച് പേര് നല്ലതല്ല, മോശമാണെന്നും പറയുന്നുണ്ട്. ബട്ട് എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 14-ാം തീയതിയാണ് സിനിമ റിലീസ്. 13-ാം തീയതിയുള്ള പ്രീമിയർ ഷോയാണ് കണ്ടത്. നല്ലൊരു ഓഡിയൻസും ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സിനിമ. ഇപ്പോൾ ഒരു അതിരടിയിലെ ഒരു ക്യാമിയോ റിവ്യൂല് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഗ്ലിംസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആരാണ് ആ ക്യാമിയോ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാലും അവരത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുപോകാം. വാ. ഈ BMW അതിരടി കണ്ടൊരു മറക്കില്ല. ഡോക്ടർ ആനന്ദ് പ്രൊഡക്ഷൻ, വിഷ്ണു വിജയ് മ്യൂസിക്. ഈ ഒരു സീനില് തിയേറ്റർ അങ്ങനെ ആയി. കാരണം പടം മുഴുവൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പെട്ടെന്ന് ഇങ്ങനെ ഒരു സീൻ വന്നപ്പോഴേക്കും എല്ലാവരും വളരെ എക്സ്പെക്ടേഷൻ, എന്തു നടക്കുന്നു. കാരണം ഒരു പ്രത്യേക സിനിമയിൽ ഇതുവരെ കാണാത്ത ഒരു മുഖം തന്നെ ആയിരിക്കും കാണാൻ സാധ്യത കൂടുതൽ. കാരണം ആ ഒരു സീൻ അങ്ങനെയാണ് വരുന്നത്. കാരണം ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല ആ സീനും. അപ്പൊ ആ സീനിൽ ഒരാളെ കാണിച്ച് തിയേറ്റർ മുഴുവൻ വിളിയും ആഘോഷമായിരുന്നു. കുത്തന്റെ ഗാങ്ങിലെ ആൾക്കാർ പിന്നെ മുമ്പ് ഒരു സീൻ കാണിച്ചു. ഇതില് അതിരടി ഡയറക്ടർ ബൈ അരുൺ അനിരുദ്ധൻ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ സിനിമ കണ്ടവർക്കും അറിയാം, സോഷ്യൽ മീഡിയസിലും അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും കണ്ടവർക്കും അറിയാം, സ്പോയിലർ പറഞ്ഞവർക്കും അറിയാം ഇതാരാണെന്ന്. യെസ്, ഇറ്റ് ഈസ് ഹാഷ്യർ. വാഴ 2-ലെ നായകനായ ഹാഷ്യർ, ഇൻഡസ്ട്രി ഹിറ്റ് സിനിമയിലെ നായകനായ ഹാഷ്യർ. ശരിക്കും പറയാൻ തിയേറ്റർ കുലുങ്ങി എന്ന് വേണം പറയാൻ. കാരണം പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു സീൻ വരുമ്പോൾ എന്തായാലും ഇതുവരെ കാണാത്ത ഒരാളെന്ന് അതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ വെച്ചാൽ ബേസിലെ ഒരു ഫ്രണ്ടാണ്, ഒരു ആൾ വരുന്നു. അപ്പൊ ഇതുവരെ കണ്ട ആളല്ല, അല്ലെങ്കിൽ ഈ സിനിമയിൽ ഇതുവരെ വന്നുപോയ ഒരു കഥാപാത്രമല്ല, പുതിയൊരു കഥാപാത്രമാണെന്ന് നമുക്ക് ഒരു പ്രഡിക്റ്റബിൾ ആണ്. കാണുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. നോക്കിയപ്പം എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ഹാഷ്യറാണെന്ന് ഓരോരുത്തരും വിചാരിച്ചില്ല. ആൻഡ് ഈവൻ ഇപ്പൊ തന്നെ ഈ ലാസ്റ്റും ഒരു തമിഴ്നാട്ടിലെ അതിരടിയുടെ ഒരു ഈവന്റ് നടക്കുമ്പോൾ ബേസിൽ ജോസഫ്, സഞ്ജു സാംസൺ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം സഞ്ജു സാംസൺ ആ ഒരു ചർച്ചയിലൊക്കെ പറയുമായിരുന്നു, അതിരടി തമിഴൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, മലയാളിക്കാർ തന്നെ തമിഴൊക്കെ നന്നായിട്ട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ്, നമ്മൾ നാട്ടിൽ തന്നെ തമിഴൊക്കെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം സഞ്ജു സാംസനെ ആയിരുന്നു ഗസ്റ്റ് റോളിൽ വരുത്താൻ വേണ്ടി ശ്രമിച്ചത്. ബട്ട് തിരക്കുകൾ കാരണം പറ്റിയില്ല. പിന്നെയാണ് ഹാഷ്യറിലേക്ക് വന്നത് എന്നുള്ളത്. ബട്ട് എന്തുകൊണ്ടും ഹാഷ്യറിലേക്ക് വന്നെന്നുള്ളത് ഒരു വലിയൊരു സസ്പെൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു തിയേറ്റർ എക്സ്പെക്ടേഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം തിയേറ്ററിൽ വിളിയും കൂവലൊക്കെ ആയിരുന്നു ആ ഒരു 5 മിനിറ്റ് സീന്. ആ ഒരു സീൻ കാണിക്കുന്നതന്നെ കിട്ടില്ല സീനാണ്. അതായത് ഹാഷ്യർ ഇങ്ങനെ ഈ BMW എടുത്ത് വന്നിങ്ങനെ ഒരു കറക്ക്, ഹാഷ്യർ ഇങ്ങനെ വായ തുറന്നിങ്ങനെ ഒരു കിട്ടില്ല ഇൻട്രോ, സ്ലോ മോഷൻ ഇൻട്രോയിലൊക്കെ ആ ഒരു സീൻ്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെയാണ് വരുന്നത് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് നല്ല രീതിക്ക് തന്നെ അത് അവർ പ്രസന്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്ടർ. ആ മേക്കിങ്ങും കാര്യം, ഇടയിൽ വിഷ്ണു വിജയന്റെ മ്യൂസിക്കും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 5 മിനിറ്റോളം അവരുടെ ആ കോമഡി, കാറിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇത് എനിക്കറിഞ്ഞൂടെ അങ്ങനെ ആശിർ കോണ്ടന്റ്. നമ്മൾ ആശിറിന്റെ വീഡിയോസ് കാണുമ്പോൾ കറക്റ്റ് കോണ്ടന്റ് ചിലപ്പോൾ കണ്ടു മടുത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ആശിറിനെയൊക്കെ സംസാരിച്ച് നമുക്ക് ഒരു കോണ്ടന്റ് കാണുന്ന ഫീല്, അതായത് റീല്, ഇൻസ്റ്റഗ്രാമിൽ റീല് കാണുന്ന ഫീലാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത്. അപ്പം നന്നായിട്ട് തന്നെ അത് ചിരിച്ചുകൊണ്ടിരിക്കാം. ഇത് എനിക്കറിഞ്ഞൂടാ, ഇത് അങ്ങനെ ഒരു സംഭവമാണ്. ഇങ്ങനെയൊക്കെ എന്തൊക്കെ കാറുണ്ടെന്നേ ഉള്ളൂ, കാറിൻ്റെ അകത്തുള്ള ഒന്നും അറിഞ്ഞൂടാ. BMW 230 രൂപയുടെ പെട്രോളും അടിച്ചിട്ട് വരുന്നു. അങ്ങനത്തെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്. ചേസിങ്ങിന് വരുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ കുറച്ച് കാര്യം. പിന്നെ നൈസായിട്ട് സ്കൂട്ടാവുന്നു. അങ്ങനെ നല്ലൊരു കോമഡി തന്നെയായിരുന്നു ആ ഒരു പോർഷനിലേക്ക് വന്നത്. ആ ഒരു പോർഷൻ തന്നെ ഹാഷർ കത്തിച്ചുകൊണ്ട് പോയി. ആ ഹാഷറിൻ്റെ ആ ഒരു ലുക്കായിരുന്നാലും, ആ ഒരു കോസ്റ്റ്യൂം ആയിരുന്നാലും, ആ ഒരു സംസാരമായിരുന്നാലും, ആ ഒരു പ്രസൻസ് ആയിരുന്നാലും നന്നായിട്ട് തന്നെ സിനിമയും നല്ല രീതിക്ക് ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്. കിടിലൻ ക്യാമിയോ തന്നെയാണ് അതിരടിയിലെ ആ ഒരു ക്യാമിയോ റിവീൽ എന്ന് പറയുന്നത്. അത് നല്ല രീതിക്ക് തന്നെ കുറച്ചധികം ആൾക്കാരെ സിനിമയിൽ ആ ഒരു ക്യാമിയോ കാണാൻ വേണ്ടി തന്നെ
തിയേറ്ററിലേക്ക് വന്നു എന്നുള്ളതും ഒരു പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു കാര്യം കൂടെയാണ്. എന്നിരുന്നാലും പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് അതിരടി വർക്കായ ഒരു സിനിമയാണ്. മറ്റുള്ളവർ നെഗറ്റീവ് ഒക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മോശമാണ് എന്നൊക്കെ. ബട്ട് എനിക്ക് ബേസിൽ ജോസഫ്, ടോവിനോ തോമസിന്റെ കഥാപാത്രങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പടം തന്നെയായിട്ടാണ് അതിരടി വന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്ക്. കൂടാതെ തന്നെ ലൈക്ക് ചെയ്തേക്ക്, കമന്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ലവ് യു ഗൈസ്, ബൈ ബൈ.